വചനമൊഴി മാർച്ച് 24. വചനഭാഗം കൊളോസോസ് 1:24-29, യോഹന്നാന്റെ സുവിശേഷം 15:18-27. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ സഭ നമ്മെ മിശിഹായുടെ പീഡാനുഭവത്തോടൊപ്പം നടക്കാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ സഹനം, സാക്ഷ്യം, മിശിഹായോടുള്ള ഐക്യം എന്നീ വിഷയങ്ങളാണ് പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ മിശിഹായ്ക്കായി സഹിക്കുന്നതിലെ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്ലീഹ എഴുതുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളിൽ ഞാൻ സന്തോഷിക്കുന്നു. മിശിഹായുടെ ശരീരമായ സഭയ്ക്കായി പൗലോസ് തൻ്റെ സഹനങ്ങളെ സമർപ്പിക്കുന്നു. അവൻ പ്രഖ്യാപിക്കുന്നത് ഒരു രഹസ്യമാണ്: മിശിഹ നിങ്ങളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയാണെന്നാണ്. അതായത്, മിശിഹായുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സഹനങ്ങൾ പോലും കൃപയാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് സ്ലീഹ പറയുന്നു. യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷത്തിലൂടെ ലോകത്തിൻ്റെ വിരോധവും സാക്ഷ്യത്തിൻ്റെ വിളിയുമാണ് ഏറ്റുപറയുന്നത്. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ ആദ്യം അതെന്നെ ദ്വേഷിച്ചുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. മിശിഹായെ പിന്തുടരുന്നത് എളുപ്പമായൊരു വഴിയല്ല. ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കും മിശിഹായുടെ മൂല്യങ്ങൾക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾക്ക് എതിർപ്പും പീഡനങ്ങളും നേരിടേണ്ടി വരുമെന്നാണ് സുവിശേഷം പറയുന്നത്. എന്നാൽ മിശിഹായോട് ചേർന്ന് നിൽക്കുമ്പോൾ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്: സത്യത്തിൻ്റെ ആത്മാവ് നിങ്ങളോടുകൂടി ഉണ്ടാകും, അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുമെന്ന സുവിശേഷകൻ പറയുന്നത്. ഇന്നത്തെ 2 തിരുവചനങ്ങളും ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ പൗലോസ്ലീഹ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ സഹനങ്ങളുടെ നടുവിലും സാക്ഷ്യമേകുന്നതിനെക്കുറിച്ചാണ് സുവിശേഷ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മിശിഹായോടൊത്തുള്ള ജീവിതം കഷ്ടതകളില്ലാത്ത ജീവിതമല്ല, മറിച്ച് കഷ്ടതകളുടെ നടുവിലും സാക്ഷ്യം നൽകുന്ന ജീവിതമാണെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തിനായി സഹനം നേരിടുവാൻ നാം തയ്യാറാണോ? സഹനങ്ങളിൽ മിശിഹായുടെ സാന്നിധ്യം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ വിരോധത്തിനും വിദ്വേഷത്തിനുമിടയിലും സത്യത്തിനായി നിലനിൽക്കുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാൻ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമ്മെ തിരുസഭ ക്ഷണിക്കുന്നു. ദുഃഖത്തിൽ നിന്ന്, സഹനത്തിൽ നിന്ന് പ്രത്യാശയിലേക്കും ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്കും കടന്നു വരുവാൻ നോമ്പാചരണം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടിയുള്ള ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.